ഹായ് ഫ്രണ്ട്സ്, വെൽ വിഷേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എമ്പുരാനെ കുറിച്ചുള്ള വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു തീരുമാനമാവുന്ന വരെ നമുക്ക് ഒരു ഉറക്കമില്ലാത്ത പോലെയാണ്. കാരണം നമ്മൾ മേ ബി ഒരു സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓരോ മിനിറ്റിലും ഇത്ര ചിന്തിച്ച് ഇരുന്നിട്ട് ഇതിനു മുമ്പ് മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ഓരോ അപ്ഡേറ്റ് വരാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ പരിപാടി കാണാതിരിക്കുമ്പോൾ ഇത്രയേറെ കോലാഹലങ്ങൾ നമ്മളെ ഈ സോഷ്യൽ മീഡിയ ഉണ്ടാവുന്നത്. 26th ലാസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ട് ഇപ്പം 14th ആയി. ഇതൊരു വലിയ ഗ്യാപ്പ് തന്നെയാണ് ഒരു പ്രൊമോഷൻ പരിപാടിയോ ഒരു അപ്ഡേറ്റോ വരാത്തതിൽ. എന്നാൽ പോലും ഞാൻ പറയും, ഈ എമ്പുരാന് നമ്മൾ ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും നമ്മൾ ഓരോ അത്രയേറെ പ്രതീക്ഷിച്ചിരിക്കുന്ന സിനിമ ആയതുകൊണ്ടാവാം ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നമുക്കറിയാം, എക്കാലവും മോഹൻലാൽ സിനിമയ്ക്ക് മലയാളി പ്രേക്ഷകർക്കുള്ള അത് വേറെ തന്നെയാണ്. വേറെ ഒരു നടനും കിട്ടാത്ത ഒരു സംഭവമാണ് ലാലേട്ടന് നമ്മൾ കൊടുക്കുന്നത്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഇത് ഭയങ്കര രീതിയിലേക്കൊന്നും നമ്മൾ ചുമ്മാ സോഷ്യൽ മീഡിയ ചാനൽസ് മാത്രമല്ല, യൂട്യൂബോ സോഷ്യൽ മീഡിയ ഒന്നും മാത്രമല്ല, ചാനലുകളിലും ഒക്കെ എല്ലാത്തിലും ന്യൂസും കാര്യങ്ങളും ഒക്കെ ഇത് തന്നെയാണ്. എന്തുകൊണ്ട് ഒരു അപ്ഡേറ്റ് വരുന്നില്ല, റിലീസ് ഡേറ്റ് മാറ്റിയോ? സോ ഒരുപാട് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. റൂമേഴ്സ് ആസ് ഇറ്റ് നെയിംഡ്, അത് റൂമേഴ്സ് ആണ്. ബട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സത്യം അതിലുണ്ടാവും, എപ്പോഴും അങ്ങനെയാണ്. മാത്രമല്ല, ഈ എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് ഒന്നുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നുമില്ല. ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മൾ രാജേട്ടൻ എപ്പോഴും ഒരു ഇലുമിനാറ്റി ആയിട്ട് വിശേഷിപ്പിക്കുന്നത് കൊണ്ട് ഇതാണോ ഇനി എമ്പുരാന്റെ മാർക്കറ്റിംഗ് തന്ത്രം എന്ന് വരെ നമ്മൾ സംശയിച്ചിട്ടുണ്ട് പലരും. കാരണം ഒരു ഹൈപ്പും ഒന്നും കൊടുക്കാതെ ഇങ്ങനെ വെച്ച് അത് ഏറ്റവും വലിയ ഹൈപ്പും അത് ഏറ്റവും വലിയ പ്രൊമോഷനുമായി മാറിയ അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. മാത്രമല്ല, ഈ സിനിമയ്ക്ക് ഒരു ഓവർ ഹൈപ്പ് എപ്പോഴും ഉണ്ട്. അപ്പം അതുകൊണ്ട് മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുന്നതാണോ എന്നുള്ള സംശയവും നമ്മൾ പലരും പറഞ്ഞും കേൾക്കുന്നുണ്ട്, നമുക്ക് തോന്നുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതിന് സത്യം നമുക്ക് ആർക്കും അറിയാം. ലൈക്ക പ്രൊഡക്ഷൻസ് ഒരുപാട് നല്ല സിനിമകൾ എന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് സിനിമകൾ ചെയ്ത, എന്നാൽ അതിൽ 90% വൻ പരാജയമാക്കിയ ഒരു പ്രൊഡക്ഷൻ കമ്പനിയും. എന്നാൽ നമ്മളെ എമ്പുരാൻ ഇത്ര വലിയ സ്കെയിലിൽ 140 കോടിയിൽ എമ്പുരാൻ വരും. നമ്മൾ ആശീർവാദിന് ഒരു സപ്പോർട്ട് എന്ന ജോയിന്റ് വെഞ്ചർ ആയിട്ട് മലയാളത്തിലേക്ക് ആദ്യമായിട്ട് ലൈക്ക വരുന്നു. അങ്ങനെ ഒരുപാട് നമുക്കതൊരു വലിയ ആശ്വാസമായിരുന്നു. കാരണം ഇത്ര വലിയ സിനിമയ്ക്ക് ഒരു വലിയ ബാക്കപ്പ്. സോ അന്നത് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാൽ ഇപ്പം ലൈക്കയുടെ പേരുകൾ കേൾക്കുന്നത് ലൈക്ക കാരണമാണ് ഇങ്ങനെ ഒരു പോസ് ഒരു ഫ്രോസൺ ആയിട്ട് കിടക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഒരു ന്യൂസ് നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. 27th ഇത് റിലീസ് ആവോ എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം. എനിക്ക് പറയാനുള്ളത്, ഇനിയും 2 ആഴ്ച ടൈമുണ്ട്. ഇതൊക്കെ ഒരു പ്രൊമോഷൻ രീതിയിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇത് നാളെയോ മറ്റന്നാളായിട്ട് ഒരു അപ്ഡേറ്റ് വന്നാൽ പോലും സിനിമ ഒരു പ്രശ്നമില്ലാതെ 27th റിലീസ് ആവും. എന്നാൽ അതിനിടയ്ക്ക് നമ്മൾ കേൾക്കുന്ന റൂമറുകൾ സത്യമാണെന്ന് നമുക്കറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇപ്പൊ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഒരു ന്യൂസ് എഡിറ്റർ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ ഒരു ചാനൽ, എനിക്ക് തോന്നുന്നു ഒരുപാട് വളരെ ഒതന്റിക് ആയ ചാനലാണെന്ന് ചോദിച്ചാൽ അത്ര ഒതന്റിക് ആണെന്ന് തോന്നുന്നില്ല. എന്നാൽ പോലും ഇവർ പറയുന്ന പല ന്യൂസുകളും സത്യമാവാറുണ്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് ഞാനത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ റീസെന്റ് ഇപ്പം ഇന്ന് കുറച്ച് മുമ്പ് അവരുടെ ചാനലിൽ വന്ന ഒരു ന്യൂസ്, ഒരു യൂട്യൂബ് ചാനലിൽ വന്ന ഒരു ന്യൂസ് ഞാൻ ജസ്റ്റ് വായിക്കാം. നമുക്ക് അതിലെന്താ പറഞ്ഞു നോക്കുന്നുണ്ട്. സംഭവം മലയാളം ഇതിൽ പറഞ്ഞ എത്രയാണ്, ഇതിൽ പറഞ്ഞ എങ്ങനെയാണ്: മലയാളം പാൻ ഇന്ത്യൻ ആക്ഷൻ ഫിലിം എമ്പുരാൻ സിംപ്ലി വോണ്ട് ബി റിലീസ്ഡ് ഓൺ March 27 ഡ്യൂ ടു തമിഴ് പ്രൊഡക്ഷൻ കമ്പനി ലൈക്ക. അങ്ങനെയാണ് ആദ്യത്തെ പാരഗ്രാഫ് തന്നെ പറയുന്നത്. കമ്പനി, അതായത് തമിഴ് പ്രൊഡക്ഷൻ കമ്പനിയായ ലൈക്കയുടെ കാരണങ്ങൾ കൊണ്ട് 27th മേ ബി എമ്പുരാൻ റിലീസ് ഉണ്ടാവില്ല. എമ്പുരാൻ is produced by both Laika Productions and Ashwa Cinemas. As per report, Laika is demanding around 85 crores as settlement to withdrawn from the project. അവർ രണ്ടുപേരുമാണ് ആ സിനിമ ചെയ്തത്, നമുക്കറിയാം, ലൈക്കയും ആശീർവാദും. എന്നാൽ ഇപ്പം ആ പ്രൊഡക്ഷൻ വെഞ്ചറിന് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക 85 crores ആശീർവാദിനോട് ചോദിക്കുന്നു എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. Some reports suggest that it's due to the pan-Indian benchmark set by the previous Malayalam movie Marco, which was completed on a budget of 30 crores, and the fight in Emparan are nowhere near that standard, causing Laika to doubt the box office returns. ഈ പാരഗ്രാഫിലാണ് എനിക്ക് ഈ ചാനലിനോടുള്ള സംശയം. കാരണം ഈ ചാനലിൽ ഭയങ്കരമായിട്ട് മാർക്കോനെ പ്രൊമോട്ട് ചെയ്തിട്ട് അവരുടെ എല്ലാ ന്യൂസിനെയും കാണാറുണ്ട്. അത് മേ ബി ഉണ്ണിമുകുന്ദൻ മാർക്കോ ആയിട്ടുള്ള ഭയങ്കര ടൈപ്പ് ഉള്ള ചാനലായിരിക്കും, എനിക്കറിയില്ല. എന്താ പറയാ, ആ ഒരു ഇഷ്ടം അവരോടുള്ള, മാർക്കോനോടുള്ള ഒരു ഇഷ്ടം എപ്പോഴും അവരുടെ അധിക ന്യൂസിലും കാണാം. അവരെപ്പോഴും മാർക്കോനെ എവിടെയെങ്കിലും ഒന്ന് കൊള്ളിക്കാൻ നോക്കാറുണ്ട്. സോ ഇതിലിപ്പം പറഞ്ഞത് മാർക്കോ സെറ്റ് ചെയ്ത 30 കോടിയിലുള്ള മാർക്കോ സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്ക്, അതായത് എസ്പെഷ്യലി ഫൈറ്റിലുള്ള ബെഞ്ച് മാർക്ക് എമ്പുരാനിൽ അത്രത്തോളം വന്നില്ല. ആ ഒരു ഡൗട്ടില് ലൈക്ക പ്രൊഡക്ഷൻസ് വിഡ്രോ ആവാണ് ഈ സിനിമ എന്നുള്ളതാണ്. അതില് എനിക്ക് 1% സത്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മാർക്കോയും എമ്പുരാനായിട്ട് നോവേർ, അതായത് ഒരു എവിടെയും കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യം. ഇത് വേറെ. മാർക്കോയുടെ 30 കോടിക്ക് വന്ന പടത്തിലെ ഫൈറ്റും എമ്പുരാനിലെ ഫൈറ്റും മാച്ച് ചെയ്യില്ല എന്ന് ആദ്യം പറഞ്ഞത് എനിക്ക് ഭയങ്കര കള്ളമായിട്ട് തോന്നുന്നു. കാരണം അതിലും വലിയ ലെവലിൽ ഉള്ള ഫൈറ്റാണ് എമ്പുരാനിലുള്ളത്. മാർക്കോയിലുള്ള വയലൻസ് അതിലുണ്ടാവില്ല തോന്നുന്നു.
അത് ഓഫ് കോഴ്സ് ആ കഥ എന്താ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് ഫൈറ്റിൽ ഉണ്ടാവാൻ പറ്റുള്ളൂ. അല്ല വയലൻസ് മാത്രമാണ് മാർക്കിക്ക് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്. അല്ലാതെ ഇംപുരാന്റെ ഒരു ഫൈറ്റും മാർക്കോന്റെ ഫൈറ്റായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇംപുരാൻ വേറെ ലെവലിൽ തന്നെയാണ് ഫൈറ്റ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഓൾറെഡി നമുക്ക് പലരും പറഞ്ഞ റിപ്പോർട്ടുകളുണ്ട്. സോ അവിടെ മുതലാണ് ഇത് ഒരു ഫേക്ക് ന്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് തോന്നിയ കാര്യം അവർ പറഞ്ഞായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് പാരഗ്രാഫിൽ എംപുരാൻ വാസ് ഒറിജിനലി സ്ലേറ്റഡ് ഫോർ ദ ബിഗ് പാൻ ഇന്ത്യൻ റിലീസ് ഓൺ March 27, ബട്ട് മേക്കേഴ്സ് ഹാവ് ഫ്രോസൺ ദർ പ്രൊമോഷൻ ആസ് ഓഫ് നൗ. നമുക്കറിയുന്ന കാര്യമാണ്. 27th നമ്മൾ എക്സ്പെക്ട് ചെയ്തു, ബട്ട് ഇപ്പൊ ഒരു ഫ്രോസൺ ആയ മട്ട് തന്നെയാണ്. പ്രൊമോഷൻ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇത് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്തത്. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ കേട്ട ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതൊരു എന്നാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ കുറെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾക്ക് ഇത് ഇത്ര വൈകുന്ന ഒരു പ്രൊമോഷൻ പരിപാടി പോലും തുടങ്ങാത്തതിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് ആർക്കും ചിന്തിക്കാവുന്ന കാര്യമാണ്. അൺടിൽ ഓർ അൺലെസ് നമ്മുടെ എംപുരാന്റെ ക്രൂവിൽ ആരെങ്കിലും വന്നിട്ട് ഇത് ഞങ്ങളുടെ പ്രൊമോഷൻ ആയിരുന്നെന്നോ, ഞങ്ങൾക്ക് ഇതിന്റെ ഹൈപ്പ് ഒന്ന് കുറയ്ക്കേണ്ടത് ഒരു അത്യാവശ്യമായിരുന്നു എന്നോ എന്ന് പറയുന്നത് വരെ ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് അങ്ങനെ വിചാരിച്ചിരിക്കാം. എന്നാൽ ഇതെല്ലാം സോർട്ട് ആവുമെന്നും 27th തന്നെ സിനിമ റിലീസ് ആവുമെന്നും നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ തന്നെ ഇനിയും 27th റിലീസ് ആവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് എവിടെയും പറയാൻ പറ്റില്ല. അതിന് ടൈം ആയിട്ടില്ല. ഇനിയും ടൈം ഉണ്ട്. പ്രൊമോഷൻ ഇനിയും ടൈം ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉടനെ തന്നെ വരുമെന്ന് വെയിറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.